തേങ്ങ വരെ കയ്യിലിട്ട് എനിക്ക് ഒറ്റ കയറുമ്പലാണ് ഈ കണ്ട മുഴുവൻ കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നമ്മളിപ്പോൾ ഉള്ളത് ബീഹാറിൽ ആടിൻ്റെ ചന്തയിലാണ്. ആടിന് വിൽക്കണേ. ഇവിടെ ഇന്നത്തെ ദിവസം തോന്നണു ഫുള്ള് ആട്, പശു, കുതിര അതൊക്കെ നോക്കി ഈ ലെവലിൽ അതിമന്ന് ആ കയറൂരി അങ്ങനെ കൊടുക്കുക. എന്താ റേറ്റ് അറിയില്ല. എന്തായാലും 3500 മുതലൊക്കെ ആടിന് കിട്ടുന്നുണ്ട് ഇവിടെ. നോർമൽ ആടൊക്കെ ഒരു ആടിനെ കച്ചവടമാക്കണ കണ്ട് 3500 ഈ ലെവലിലാണ് ആടുകൾ. കണ്ട് 1000കണക്കിന് ആടുകൾ കിട്ടോ. ചെള്ളു ചെക്കന്മാരും കുട്ടികളും വലിയ ഉത്സവന്മാരാണ് ആടിൻ്റെ ലേലം പടം നടക്കുന്നത്. ചന്തയാണ്, ആടിൻ്റെ ചന്ത. റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. റോഡിലാണ് ഇപ്പോൾ ഈ പരിപാടി. നമ്മൾ പണ്ട് പോകാത്തതെന്ന് വെച്ചാൽ ഭയങ്കര നോയ്സ് കാര്യങ്ങൾക്ക് ഇത് കേൾക്കൂല നമ്മൾ പറഞ്ഞത്. അതാണ് പോകാത്തത്. ആ റോഡ് സൈഡിലൊക്കെ ഉണ്ട്. അവനവൻ്റെ വീട്ടിലെ ആടുകൾ 3-4 ആടുകളൊക്കെ ഓരോ കുട്ടികളും പെൺകുട്ടികളും ചെക്കന്മാരൊക്കെ റോഡ് സൈഡിൽ കൊണ്ടുപോയി വെച്ചിരിക്കുക. ചെടി കൂടെ ഇങ്ങനത്തെ ബിസിനസ് നടക്കുന്നുണ്ട് ഫുഡിൻ്റെ. ഇത് ഉള്ളേരികളാണ് കേട്ടോ. ഉള്ളേരിക്ക് പോന്നു കഴിഞ്ഞാൽ പോത്തിൻ്റെ പരിപാടിയാണ്. ഇത് അത്യാവശ്യം വലിയ ചന്തയാണ് കേട്ടോ. വലിയ ചന്തയാണ്, വലിയ ചന്തയാണ്. ഇവിടെ ഫുള്ള് പോത്താളാണ് ഈ കാണുന്ന മൊത്തം. ഇതങ്ങനെ ഉണ്ട് കേട്ടോ, പരന്ന് പിടിച്ച് കിടക്കണം. ഇവിടെ ഇപ്പോൾ ഒരു കച്ചവടം നടക്കുന്ന തോന്നുന്നു കേട്ടോ. ഉത്തർപ്പ് ലാഭം ഉണ്ടാക്കും മുപ്പരിപ്പം. ഇതാണ്ടല്ലേ പെയിൻ്റ് അടിച്ചേക്കണോ അമ്മേ. ആ വരുന്നതാ കുടുത്തം വിടുമോ അത് എനിക്കൊണ്ട് ബുക്കഡ് ചെയ്ത് വെച്ച സംശയമുണ്ട്. പെയിൻ്റ് ഇങ്ങനെ തേച്ചേക്കൊണ്ട് ചിലതുമലൊക്കെ മാം വിടുക. മൊബൈൽ എപ്പോഴാണ് കഴിക്കുന്നത് പോകണമെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ അറിയും.